ഹലോ ഗൈസ്, വട്ടവട ഗ്രാമത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഗ്രാമത്തിലെ തങ്ങാൻ വേണ്ടിയിട്ട് ഒരിടം പാത്ത് വന്നതാണ്. അപ്പോൾ അത് இந்த ഇടം കൺഫേം ആയില്ല. ഞാൻ തങ്ങൾക്ക് റിസ്ക് ആയിരിക്കും. എന്താ ഒരു മേൽക്കൂര എന്താ ഇടം ഇങ്ങനെ ഇരിക്ക് തങ്ങൾക്കുള്ള നല്ല ഹൈറ്റാக இருக்குது, நல்ல ரிஸ்காக இருக்குது, நல்ல வியூவாக இருக்குது. இந்த ഏരിയയിൽ തങ്ങൾക്ക് ഒരു ചിന്ന ഗ്രാമത്തിലെ ഒരു റൂമാണ് നമ്മൾ തങ്ങാൻ വേണ്ടി ഇരിക്കുന്നത്. പക്ഷേ റേറ്റൊക്കെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും பார்க்கலாம். ഇതാണ് അവർ പറയുന്ന റൂം തങ്ങൾക്ക്. നൈറ്റ് പക്കൊക്കെ നല്ല തണുപ്പായിരിക്കും. വേറെ സേഫ്റ്റിയൊന്നും അത്ര ഇല്ല. കറണ്ടൊക്കെ ഇங்கே இருக்கா? கரண்ட் இருக்குது. இங்கே புறத்து சிட் அவுட்லான ஒரு பாத்ரூம் இருக்குது. இன்னும் பக்கத்தில் ஒரு റൂം இருக்குது. ഇത് നടുവിലൊരു കിച്ചൺ. നമുക്ക് ആഹാരങ്ങൾ പാചകം ചെയ്തൊക്കെ കഴിക്കാം. ഇതാണ് അവർ പറയുന്നത്. ഈ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. അത് ഇതാ ആ ബസ് പോകാനുണ്ട്. ആ റൂട്ടിൽ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഇത് സമയം ഇത് ബാത്റൂം, ഇത് കിച്ചൺ റൂം, രണ്ടുപേർ സ്മെല്ലെല്ലാം ഉണ്ടെന്നില്ല. നല്ല സുഖമായിട്ട് എന്തായാലും നോക്കട്ടെ. നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് ഞാൻ അത്ര സേഫ് അല്ലാത്തൊരു ഇടമായതുകൊണ്ട് നമ്മൾ തിരിച്ച് മുകളിലോട്ട് പോകണം. എന്തായാലും ട്രക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ട്രക്കിംഗ് ഏരിയ ഇവിടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ഫൈനലി തീരുമാനം എടുത്തിട്ടില്ല. ചിലപ്പോൾ ഇവിടെ വരും. ഇത് എന്തോന്ന് കൃഷിയാണോ? എന്തോന്ന് കൃഷി ഇത്? സാധനം എന്തോ? ആ എന്ന് പറഞ്ഞാൽ മുർക്കോളിയാ? കോളിഫ്ലവറാ? ആ പച്ച സൈസ്. കോളിഫ്ലവർ പോലത്തെ ഒരു സാധനമാണ്. ഓ ശരി ഓക്കെ. ഫ്രണ്ടിൽ നിന്ന് നടന്ന് മുകളിലോട്ട് കയറിയാണ്. മുകളിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് കീഴോട്ടുള്ള ഒരു ലൈവ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ മലക്കറിയുടെ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതോടെ നിൽപ്പുണ്ട്. അതാണ് ഇവിടെ കത്തിരിക്ക പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, അവിടെ നടന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഞാൻ റോഡിൽ മുകളിലോട്ട് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് മോളും കൂടെ ഉള്ളവരും ഭാര്യയും അളിയനുമൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. റിസ്ക്കാണ്. മോളെ രണ്ടുപേരും കയ്യിൽ പിടിച്ച് കയറി വരുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഒത്തിരി താഴെ നിന്നാണ് സ്ഥലങ്ങൾ ഒരു റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. സൗകര്യപ്രദമായിട്ടില്ല. പിന്നെ സൗകര്യമുള്ള സാധനങ്ങളും താമസ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അത് പക്ഷേ സൗകര്യമുള്ളത് ഇതോ ഇരിക്കുന്ന രണ്ട് മൂന്ന് നല്ല സൗകര്യമുള്ള ബാൽക്കണി പോലത്തെ ഒരു സ്ഥലമാണ് കെട്ടിയിരിക്കുന്നത്. അത് ഒരുപാട് കറങ്ങി ഇങ്ങനെ ചുറ്റി ആ കാണുന്ന ഗ്രാമത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗത്ത് വണ്ടി വെച്ച് അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്ന് വരാനായിട്ടുള്ളതായിരിക്കും. അയാളെ മുകളിൽ മുതലേ കണ്ടുപിടിക്കാൻ റിസ്ക്കാണ്. പിന്നെ നമുക്ക് നോക്കട്ടെ, പിന്നീട് ഉള്ള താല്പര്യം വരെ ചെയ്യാം. ഇനി കയറി ഗുഡ്. എങ്ങനെയുണ്ട്? മുകളിൽ എത്തി. അതിസാഹസികമായി മകള് റോഡിലോട്ട് എത്തിച്ചിട്ടുണ്ട്. സനലളിയനെ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. മകളെ പിടിച്ച് കൈ പിടിച്ച് മുകളിലോട്ട് കൊണ്ടുവന്നതിൽ അയാൾ തൃപ്തനാണ്. ഹായ്, ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പുറത്ത് അങ്ങോട്ട് അവിടെ പോയിട്ട് ഓക്കെ ഹാപ്പിയാണോ? ഓക്കെ ഗൈസ്, ഇനി അടുത്ത്
ഇവിടെ നിന്ന് ഒരു അടുത്ത സൈറ്റിലോട്ട് കറങ്ങിയിട്ട് ഫൈനലി ഡിസിഷൻ എടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ. ഹലോ ഗൈസ്, ഞങ്ങൾ വട്ടവടയിലെ ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറി. ഇവിടെ ഒരു മ്യൂസിയം ഹോട്ടൽ എന്നിട്ട് ഹോട്ടലിലാണ് കയറിയത്. നമ്മൾ അങ്ങനെ ഫുഡ് മീൽസ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് ആ ഹോട്ടലിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ഉള്ള ഒരു വീപ്സാണ്. അത് ഗ്രാമം ആണ്, വട്ടവട ഗ്രാമം ആണ് ഈ കാണിക്കുന്നത്. ഉള്ള ഒരു വീപ്സാണ്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഗ്രാമപ്രദേശം, ഗ്രാമവാസികൾ താമസിക്കുന്ന ഇതാണ്. എന്തായാലും നല്ല രസമാണ്. കഴിയുമെങ്കിൽ ഇന്നിവിടെ എവിടെയെങ്കിലും ഒരു നല്ലൊരു ഗ്രാമത്തിൽ തങ്ങണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ മീൽസ് കൊണ്ടുവച്ചു. ഇതാണ് ഇവിടുത്തെ മീൽസ്. എല്ലാവരും അത് കഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. മ്യൂസിയം ഹോട്ടലാണിത്, വട്ടവട. അപ്പോൾ മ്യൂസിയം ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് വണ്ടിയിലോട്ട് ഒക്കെ എല്ലാവരും വീണ്ടും റൈഡിന് വേണ്ടി കയറാണ്. വട്ടവട പ്രദേശം മൊത്തം ചുറ്റിക്കറങ്ങി കാണാൻ ജീപ്പ് സവാരിയെ പറ്റുള്ളൂ, നമ്മുടെ കാറൊന്നും കയറത്തില്ല. അപ്പോൾ അങ്ങോട്ട് ആണ് ഇനി അടുത്ത യാത്ര. അങ്ങനെ ഇനി വട്ടവട ഓഫ് റോഡ് റണ്ണിങ് ആണ്. ജീപ്പ് സവാരി. നല്ല കുലുക്കമുണ്ട്. ഇപ്പോൾ ഫുഡ് കഴിച്ചേ ഉള്ളൂ, അതുകൊണ്ട് നോക്കി പിടിച്ചിരുന്നോണം, ഫുഡെല്ലാം അവിടെ വലിയ ചാടാതെ. ഗ്രാമമാണ്. നമ്മൾ കാറിൽ ഇതുവരെ വന്നു. ഇവിടെ വന്നപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ റിസ്ക് ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ ഇട്ട് കാറ് തിരിച്ച് എന്നിട്ട് ഞങ്ങളുടെ കാറ് സേഫായിട്ടുള്ള ഇടത്തുകൊണ്ട് ഇട്ടിട്ട് ആണ് ജീപ്പ് പിടിച്ച് യാത്ര ആരംഭിച്ചത്. കറക്റ്റ് ഗ്രാമം തന്നെ. ഒരു ചിന്ന മാൻകുട്ടി അതാ ഓടുന്നു. ഇവിടുത്തെ കർഷകരൊക്കെ ഗ്രാമത്തിൽ മഴ പെയ്തിട്ട് കുറച്ച് നാളായി. നല്ല പൊടിയാണ്, തണുത്ത കാറ്റാണ്. എപ്പോഴും മഞ്ഞ് ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നുണ്ട്. മഴ പെയ്തിട്ട് കുറച്ച് നാളായെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് പച്ചക്കൃഷി തോട്ടത്തിലോട്ടാണെന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മുടെ കാറ് വരാൻ സാധ്യതയുള്ള റോഡ് തന്നെയാണ്. ആ, കൃഷിത്തോട്ടങ്ങളാണ്. ഇനി പച്ചക്കൃഷിത്തോട്ടത്തിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഇവിടെ സൂര്യാന്തി പൂക്കളുടെ തോട്ടമുണ്ട്. സൂര്യാന്തി പൂവാണ് നിൽക്കുന്നത്. കൃഷിത്തോട്ടത്തിൽ കിടക്കുമ്പോൾ ഒരു കൊച്ച് കൈത്തോട് ഉണ്ട്, 2. അതിലൊന്ന് ക്രോസ് ചെയ്ത് വരാൻ വേണ്ടി ഒരു പാലം കെട്ടിയിട്ടുണ്ട്. ശരി, പലതായിട്ടിടാൻ പാലം കെട്ടിയിട്ടുള്ളത്. ഇതാണ് സൂര്യാന്തി പൂത്തോട്ടം. ഇവിടെ ചെറിയ രീതിയിലുള്ളൂ, വലിയൊരു പൂന്തോട്ടം ഉണ്ട് അടുത്ത്. അതിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർ. നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഗൈസ് ഉണ്ടോ, ഇവിടുത്തെ ഒരു വ്യൂവ് ഒരു ഭയങ്കര വ്യൂവ് തന്നെയാണ്. ഓക്കെ ഗൈസ്, ഇങ്ങനെ സൂപ്പറല്ലേ? അവിടെ അല്ല, 3 കേബേജ് തോട്ടം അടുത്ത്. കേബേജ് കൃഷിയാണ് ഇവിടെ. 3 കേബേജ് വെച്ച് 100 രൂപയെന്നാണ് അവർ പറയുന്നത്. നമുക്കിപ്പോൾ വാങ്ങേണ്ട അസൗകര്യമുണ്ട്, വണ്ടിയിൽ ഒരു സ്ഥലവുമില്ല. ഇതാണ് സംഭവം.
പൂര ക്യാബേജ് കൃഷിയാണ് വട്ടവട പ്രദേശത്തുള്ള സ്ട്രോബെറിയുടെ തോട്ടമാണിത്. ഒത്തിരി കായ്കളൊക്കെ വന്ന് പഴുത്തതുകൊണ്ട് പച്ചയുണ്ട്. ഇതാണ് സ്ട്രോബെറി തോട്ടം. ആ ഇത് നല്ല മധുരമുള്ള സ്ട്രോബെറി എന്നാണ് പറയുന്നത്. കടയിൽ മേടിക്കും പോലെ അല്ല. നല്ല ഒരെണ്ണം സാമ്പിൾ തരാമോ? ആ ഒരെണ്ണം അവർ സാമ്പിൾ നല്ല മധുരമുള്ള മധുരമുള്ള സ്ട്രോബെറി തരാനാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ വഴിക്ക് തന്നത് പുളി ഉണ്ടായിരുന്നു. അപ്പോൾ പുളിയില്ലാത്ത ടൈപ്പാണെന്നാണ് പറയുന്നത്. നല്ലതാ. ഇത് പുളിയുണ്ട്. പുളി ഇത് പുളി ഇതാ. ഇത് നല്ല പുളിപ്പുണ്ട്. ഇത് പിഞ്ച് വാടിയതാണെന്ന് തോന്നുന്നു. അവരാണ് സ്ട്രോബെറി അല്ല, പക്ഷേ അവർ പറയുന്നത് വെച്ചാൽ അത് പുളി കുറഞ്ഞ നല്ല മധുരമുള്ള ടൈപ്പ് എന്നാണ് പറയുന്നത്. എന്തായാലും പുളി ഉള്ളതും ഉണ്ടായിരുന്നു, മധുരമുള്ളതും തന്നു. ഓക്കെ, പൂര ഇത് തന്നെ. ഓരോ കൃഷികളും ഈ പ്രദേശത്ത് മൊത്തവും ഓരോ കൃഷിയാണ്. ഈ കൃഷിയിടങ്ങൾ തന്നെയാണ് കാണുന്നത്. സ്ട്രോബെറി, മറ്റ് ഇതര പൂക്കൾ, സ്ഥലം. ഒരു കിലോ മായടേ സ്ട്രോബെറി നമ്മൾ വണ്ടിയിൽ നേരത്തെ വന്നപ്പോൾ ഒരു കിലോ വാങ്ങി. പക്ഷേ ലൈവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/4 കിലോ നമ്മൾ വാങ്ങാൻ വേണ്ടി എടുക്കുന്നു. അപ്പോൾ അതവർ ലൈവായിട്ട് പറിച്ചു തരികയാണ്. നല്ല പഴുത്ത മധുരമുള്ളതൊക്കെ എടുക്കി തരണം. കൊള്ളാമെങ്കിൽ ബാക്കി ഗൈസ് പുറത്തു നിന്ന് വരുന്ന ആളുണ്ട്, അയാളും വാങ്ങാൻ സാധ്യതയുണ്ട്. ആ നല്ല വൃത്തിയാ വീഡിയോ പിടിച്ചോണം. നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്ന് ഇത് വാങ്ങാൻ വേണ്ടി വരേണ്ട ആൾക്കാരാണ്. മനസ്സിലായി? ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഇതൊരു കാണാൻ ലുക്കാണെന്ന് തോന്നുന്നില്ലേ? സ്ട്രോബെറി നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ നേരിട്ട് ചെടിയിൽ നിന്നും സ്ട്രെയിറ്റ് അടുത്ത് നമ്മളെ നിർത്തി തന്നെ പറിച്ചു തരികയാണ്. സ്ട്രോബെറി വാങ്ങിച്ച് അങ്ങനെ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. കൃഷിത്തോട്ടത്തിൽ നിന്ന് ലൈവായിട്ട് സ്ട്രോബെറി വാങ്ങിച്ചിരിക്കുന്നതാണ്. അക്ക കൊഞ്ചം ചേർന്നുണ്ടോ അണുപ്പിന്ന് ഇങ്ങ പോതും. അപ്പോൾ സ്ട്രോബെറി കാണിക്കും. സ്ട്രോബെറി നടുക്ക് അമ്മേരെ കൊടുക്കും. അങ്ങോട്ട് കാണി, ചരിച്ച് കാണില്ലേ? ആ, ചരിച്ച് കാണിച്ചിട്ട് കുഞ്ഞിങ്ങനെ ഇവിടെ നോക്കിക്കോ. ഓക്കെ, അപ്പോൾ സ്ട്രോബെറി അങ്ങനെ വാങ്ങിച്ച് നമ്മൾ ലൈവ് ആദ്യമായിട്ട് വാങ്ങുന്നു. നേരത്തെ കുറേ വാങ്ങുമായിരുന്നു, സംഭവം മേടിച്ച് പോയി. സ്ട്രോബെറി അവർ ലൈവായിട്ട് പറിക്കുമെന്ന് പറഞ്ഞ് അപ്പോൾ പറിക്കുകയാണ്. എടുത്തോ, അതിനൊന്നും എടുത്തോ, കുഴപ്പമില്ല, കുഴപ്പമില്ല. നിന്നെ ഇവിടെ പിടിച്ച് കെട്ടിച്ച് കൃഷി തറയിൽ പോയി എടുത്തോ. കൃഷിത്തോട്ടം കയറി കണ്ടു. തിരിച്ച് നമ്മൾ അടുത്ത സൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വടിയിലെല്ലാം കയറുകയാണ്. അത് ഗ്രാമം, ഇവിടുത്തെ പ്രദേശവാസികളാണ്. നല്ല സൂപ്പർ റൈഡാണ്.
ഡ്രൈവർ താമസിക്കുന്നത് ഇതാണ്. നല്ല ചൂടാണ്, പക്ഷേ നല്ല തണുത്ത കാറ്റുണ്ട്. പക്ഷേ മഞ്ഞ് വരാൻ നേരമായിട്ടുണ്ട്, മഞ്ഞ് മൂടാൻ തുടങ്ങി. നോക്കട്ടെ, പോണത് അതിനപ്പോഴെന്തോ പറയും. ഓഫ്റോഡാണ്, വളരെ റിസ്ക് എടുത്താണ്. അയ്യോ അയ്യോ മൊബൈൽ പിടിക്കാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. മരിക്കുന്ന സീൻ കാണിക്കുന്നത് ആ അത് യഥാർത്ഥമായിട്ട് മരിച്ച ഷൂട്ടിങ്ങിന്റെ യഥാർത്ഥമായിട്ട് തൂങ്ങി മരിച്ചു. നല്ല എന്തുവാ പറഞ്ഞ ആളല്ല കൺഫ്യൂഷൻ ആക്കുന്നത് എന്താ. അതായത് കുഞ്ചാക്ക ബോബന്റെ നായാട്ട് സിനിമ ശ്രദ്ധിക്കണം, പഴയകാല സിനിമയല്ല, പുതിയ കാല നായാട്ട് സിനിമ. ഒരു കുഞ്ചാക്ക ബോബന്റെ സിനിമയുണ്ട്, അത് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ കാണുന്നത്. അതിൽ സിനിമയിൽ ഒരാൾ തൂങ്ങിച്ചാവണ കിരങ്ങുന്നുണ്ടല്ലോ, അതല്ല ഈ പ്രദേശമാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലന്തിയാർ ദ്വീപ് എന്നാണ് പറയപ്പെടുന്നത്. ചിലന്തിയാർ ദ്വീപ് എന്നാണ് ഇപ്പോൾ പുള്ളി പറഞ്ഞത്. ഇതാണോ ചിലന്തിയാർ ദ്വീപ്? ആ, ചിലന്തിയാർ ദ്വീപിൻ്റെ ഹെഡിലെത്തി. ചിലന്തിയാർ ദ്വീപ്, ഇതാണ് ചിലന്തിയാർ ദ്വീപ്. ഇത് വട്ടവട ചിലന്തിയാർ ദ്വീപാണ് ഈ പ്രദേശം. അപ്പോൾ നമ്മളിവിടെ വന്നിറങ്ങി എല്ലാവരും. അപ്പോൾ അതിൻ്റെ വ്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ് നീങ്ങുന്നത്. ഇങ്ങോട്ട് അതായത് ടോപ്പ് സ്ഥലമാണ്, മലയുടെ മുകൾ ഭാഗമാണ് ഈ ഇവിടുത്തെ. ഇതാണ് ചിലന്തിയാർ ദ്വീപ്. ഇവിടെന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതാണ്, അതിനെന്തെങ്കിലും പണിയാണ് ഇത് നടക്കുന്നത്. ഇവിടെ എന്തോ കെട്ടിടത്തിൻ്റെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, അത് മനസ്സിലായി. ഇതാണ് എന്നോട് പറയാം ചിലന്തിയാർ ദ്വീപ്. അടുത്തൊരു വ്യൂ പോയിന്റിലായിട്ടാണ് പോകുന്നത്. അടുത്തൊരു വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ ഏറ്റവും ടോപ്പാണ്, ടോപ്പിലെ വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട് എല്ലാവരും. അല്ല ഗൈസ്, അതായത് വട്ടവടയിൽ ഇത് ഞങ്ങൾ മറുസൈഡാണ് വണ്ടി വിട്ടിരിക്കുന്നത്. ആ സൈഡ്, ആ മല, ഇത് ഗ്രാമപ്രദേശം. മറുസൈഡിലെ മല, അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു മലയായിരുന്നു. അപ്പോൾ ഞാൻ ഞങ്ങളെ കൂടുതലെടുത്ത് പറഞ്ഞു, ഇവിടെ നിന്ന് കാണുമ്പോഴാണ് അവിടുത്തെ മലയും തിരിച്ച് താഴോട്ട് നോക്കുന്ന ഒരു ഫീലിങ്സേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞത് അതല്ല, പൈറ്റുവളയിലെ ഏതോ കോളനി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സനൽ പറഞ്ഞ് പൈറ്റുവളയിൽ ഒരു കോളനി ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ആ കോളനി കണ്ടു, ഇതായിരിക്കുന്നു. ഇത് പൈറ്റുവള കോളനിയല്ല, അതിവിടെ ഈ
ഈ അതായത് വട്ടവട കോളനിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ വലിയ സംഭവങ്ങളൊന്നുമില്ല ഗെയ്സ്. അപ്പോൾ ഇവിടെ നമ്മുടെ മറുസൈഡിൽ നിന്ന് കാണിച്ചു തന്ന അതേ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വട്ടവട വരുന്നവർ താഴെ ജീപ്പ് ഡ്രൈവിങ്ങിന് ആയിട്ട് വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാണ് എൻ്റെ മകൾ പറയുന്നത്. തങ്ങാൻ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ തങ്ങാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ഏർമാടം പോലെ. അത് നല്ലൊരു അന്തരീക്ഷമാണ്. ഇവിടെല്ലാം വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. അത്രയേ ഉള്ളൂ.